മീശക്കാരൻ മാധവന് ദോശ തിന്നാൻ ആശ. ഈ പാട്ട് നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ള പാട്ടല്ലേ. എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരാഗ്രഹം, ഒന്ന് ദോശ ഉണ്ടാക്കി തിന്നാലോ, ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് ഒന്ന് തിന്നാലോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അരി ഇട്ടു, അതിനകത്തോട്ട് 1/2 ഗ്ലാസ് ഉഴുന്നും അതുപോലെ തന്നെ കുറച്ച് ഉലുവ ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കടലപ്പരിപ്പോ തുമരപ്പരിപ്പോ എന്ത് പരിപ്പ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഗുണവും കൂടി നമുക്ക് കിട്ടുമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങ് ഇട്ടു. എന്നിട്ട് നല്ലപോലെ കഴുകിതേ ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മളിവിടെ ചോറുണ്ടാക്കൽ കുറവാണ്. അന്നേരം ഞാൻ വിചാരിച്ച് ചോറിന് പകരം അവലിടാമെന്ന് വിചാരിച്ച് ഒരു 2 പിടി അവലെടുത്ത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അവലൊരു 10 മിനിറ്റ് കുതിർക്കുമ്പോഴത്തേക്കും പെട്ടെന്നാവും. മറ്റേത് ഒരു 4-5 മണിക്കൂർ നല്ലപോലെ കഴുകി വാരി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചതാണ്. എന്നിട്ട് നമ്മളിതേ മിക്സിയുടെ ജാറിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്ത് നല്ലപോലെ അരച്ചെടുക്കുകയാണ്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്താൽ നമ്മൾ ദോശയ്ക്കൊക്കെ നല്ല ഫൈനായിട്ടും അരയ്ക്കും. മറ്റേ ഇഡ്ഡലിക്ക് കുറച്ച് ഫൈൻ കുറവാണെങ്കിലും, അതായത് കുറച്ച് തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതിനെ രണ്ടിൻ്റെയും കൂടി ഇടയിൽ നിർത്തിയിട്ട് കാരണം നമുക്ക് രണ്ടും ഉണ്ടാക്കണം, ഇഡ്ഡലിയും വേണം ദോശയും വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ആക്കാം. സോ അങ്ങനെ നല്ലപോലെ അരച്ചെടുത്ത് പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് മൂടി വെക്കുന്നുണ്ട്. ഞാനിവിടെ ഉപ്പ് രാവിലെ ആഡ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴാണോ അരച്ച് വെക്കുന്നത് അപ്പോൾ തന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് അവിടെ വെക്കും. രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ പരിപാടിയോ. അപ്പോൾ അങ്ങനെ മൂടിയൊക്കെ വെച്ച് നല്ലപോലെ ഇളക്കി വെച്ചു. അപ്പം ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തണുപ്പ് കഴിഞ്ഞ് ചൂടിലോട്ട് പോവാണ് ഇപ്പം. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്, പെട്ടെന്ന് പുളിക്കാനും ഒക്കെയുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ രാവിലെ ഏറ്റ് ചെന്നപ്പോഴാണ് കളി മാറിയത്. രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന് ഞാൻ പാത്രമൊക്കെ എടുത്ത് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയപ്പോൾ ഇത് പുളിച്ച് അതിപ്രസരമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ അതിപ്രസരം എന്ന് പറയില്ലേ, പുളിച്ച് ചാടി. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ, അടിയിലൊരു പാത്രം വെച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ രാവിലെ തന്നെ കിച്ചണും കൂടി ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ വന്നേനെ. സോ എല്ലാ നൈറ്റിലും ഞാൻ നല്ലപോലെ കിച്ചൺ ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പിന്നെ രാവിലെ പിന്നെ ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കണ്ടല്ലോ. അങ്ങനെ രാവിലെ പെട്ടെന്ന് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യലാണ് പരിപാടി. സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാറ്. സോ ഇത് കണ്ടോ, പുളിച്ച് പൊങ്ങി. ഇങ്ങനെ ഒരിക്കലും എനിക്ക് സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇത് ആദ്യമായിട്ട് ഇത് കാലാവസ്ഥയും പിന്നെ ആ കടലപ്പരിപ്പിൻ്റെ എല്ലാത്തിൻ്റെ ഇതാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. അങ്ങനെ നല്ല പോലെ പുളിച്ച് അത് പുളിച്ച് പൊങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അങ്ങനെ ഇഡ്ഡലി തട്ടൊക്കെ എടുത്ത് റെഡിയാക്കി അതിനകത്ത് എണ്ണയൊക്കെ പുരട്ടി എല്ലാ തട്ടിലൂടെയും കോരി ഒഴിച്ച് വെക്കാനായിട്ടുള്ള പരിപാടിയാണ്. നല്ലപോലെ ഇളക്കി ഒന്നും കൂടി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കോരി ഒഴിക്കുന്നത് കേട്ടോ. ഓരോ കള്ളിയിൽ കൂടിയും കോരി ഒഴിച്ച് ഫുള്ളായിട്ട് എത്രയാണോ വേണ്ട ആവശ്യത്തിന്. അപ്പം എൻ്റെ 4 തട്ടുള്ള ഇഡ്ഡലി പാത്രമാണ്. അപ്പം 4 തട്ടിലും ഞാൻ നല്ലപോലെ കോരി ഒഴിച്ച് ഇതേ സമയത്ത് തന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനകത്തും കോരി ഒഴിച്ചു. എന്നിട്ട് ഓരോ തട്ടും എടുത്ത് അതിൻ്റെ സ്റ്റാൻഡിലോട്ട് എടുത്ത് വെച്ച് കണ്ടോ, സ്റ്റാൻഡിനകത്തോട്ട് അതിൻ്റെ രീതിക്ക് അടുക്കി വെച്ച് നമ്മുടെ വെള്ളം നേരത്തേക്ക് അവിടെ തിളയ്ക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻഡിനകത്തോട്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ വെച്ച് അത് എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്കുള്ള സ്റ്റാൻഡ് കേട്ടോ എൻ്റെത്. കാരണം ഒരു സൈഡിലോട്ട് ചിലപ്പോൾ ചെരിഞ്ഞിരിക്കും. അതെന്നാ ഞാൻ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് അടുക്കി നല്ലപോലെ അത് ഇതാക്കണ്ടോ. ഇങ്ങനെ അതായത് നമ്മൾ ഈ ഇഡ്ഡലി തട്ട് വെക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നും അതിൻ്റെ മേളിൽ വെക്കാൻ പാടില്ല. കണ്ടോ, ഞാനിത് മാറ്റി വെക്കുന്നുണ്ടോ. ഒരെണ്ണം കഴിഞ്ഞിട്ട് ആ ഗ്യാപ്പ് വരുന്നില്ലേ, ആ ഗ്യാപ്പിലായിരിക്കണം മുകളിലത്തെ ഇഡ്ഡലി ഇരിക്കേണ്ടത്. അങ്ങനെയാണ് വെക്കേണ്ടത്. എന്നിട്ട് അത് കറക്റ്റായിട്ട് ആക്കിയിട്ട് അതെടുത്ത് വെച്ച് നമ്മൾ ആവി കയറ്റാൻ വേണ്ടി വെക്കുവാണ്. ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഇപ്പോൾ തന്നെ തിളച്ച് അതിനകത്തോട്ട് ഇറക്കി വെക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പാത്രത്തിൻ്റെ അടിയിൽ തിളയ്ക്കാവുന്ന രീതിയിൽ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലിയുടെ തട്ട് അവിടെ എടുത്ത് വെക്കുന്നു, മൂടി വെക്കുന്നു. എനിക്ക് രാവിലെ ഈ കിച്ചണിൽ കയറി കഴിയുമ്പം ഒരു കോഫി, ചായയല്ല ഞാൻ ഉണ്ടാക്കല്, കോഫിയാണ്. അപ്പം കോഫി പൗഡർ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോഫി കുടിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. ഞാൻ നിന്നപ്പോൾ വിചാരിച്ച് കോഫി കുടിച്ചേക്കാണ്. ഗ്ലാസ്സിനകത്ത് കോഫി പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പാല് തിളപ്പിച്ച് അതിനകത്തോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതങ്ങ് കുടിക്കണം. അത് രാവിലെ ചെന്നാലാണ് ഒരു എനർജി ഉള്ളൂ. അപ്പം ഈ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതും കൂടി അങ്ങോട്ട് ഉണ്ടാക്കി അവിടെ വെക്കും.
അപ്പോൾ സമയത്തിനനുസരിച്ച് ഞാനത് കുടിച്ചുകൊണ്ടും ഇരിക്കും. അതേപോലെ തന്നെ കിച്ചണിലെ പരിപാടികൾ, നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ നടക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി ഉണ്ടോ? ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇഡ്ഡലി പുറത്തെടുത്തു. അത് കുറച്ച് ചൂടാറാൻ വേണ്ടി വെക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ കിട്ടത്തില്ല, അതിനകത്ത് പറ്റി പിടിച്ചിരിക്കും. പക്ഷേ ഇന്നത്തെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പുറത്തെടുത്ത് വെക്കുകയും ചെയ്തു, തണുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നല്ല സോഫ്റ്റായിട്ടോ, ഞാൻ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റായിട്ട് പഞ്ഞ് പോലെ ഇരിക്കുന്നത്. ഇത് കണ്ടോ, എടുത്ത് പുറത്ത് വെച്ചപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് പറ്റിയൊക്കെ പിടിച്ചിട്ട് പുളിച്ച് പൊങ്ങി സോഫ്റ്റ്നെസ് കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണത്. അങ്ങനെ അത് കഴിഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഏതായാലും ഇഡ്ഡലി കുളമായി, എന്നാൽ പിന്നെ നമുക്ക് ദോശയാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദോശക്കല്ലെടുത്ത് വെച്ചു, എണ്ണയൊക്കെ ഹീറ്റ് ചെയ്തു, എണ്ണ നല്ലപോലെ തൂത്ത് ദോശ ഇടാനുള്ള പരിപാടി. ദോശ നല്ലപോലെ മുരിച്ച് നമ്മുടെ ഗീ റോസ്റ്റ് പോലെയാണ് ആക്കുന്നത്. അപ്പം ദോശ നല്ലപോലെ പരത്തി അതിനകത്തോട്ട് കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് മുരിഞ്ഞ് വന്ന് കഴിയും. അങ്ങനെ ദോശ ഒന്ന് മുരിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ചെയ്ത് അത് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു 1/2 സ്പൂൺ വേണ്ട, അതിന് താഴെയായിട്ട് നമ്മൾ ഗീ അതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഗീ ആഡ് ചെയ്തൊന്നും കൂടി നല്ലപോലെ ഒന്ന് മുരിയണം. മുരിഞ്ഞ് കഴിയുമ്പോൾ ആ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ മുരിഞ്ഞാലേ ആ ക്രിസ്പിനെസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം ഇട്ട് മുരിച്ച് അതിനെ നമ്മൾ മടക്കി ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ താഴെയുള്ള നമ്മുടെ ഹൗസ് ഓണർക്കും കൂടി ഞാൻ കൊടുക്കും. ഞങ്ങളിവിടെ ഹൗസ് ഓണർക്ക് എല്ലാം ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്യുന്നവരാണ്. അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്കിങ്ങനെ ദോശയും ഇങ്ങനത്തെ ഇഡ്ഡലിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. സോ ഞാൻ ഇവിടെ ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അത് അവർക്കും കൂടി കൊടുക്കും. അവിടെ ഒരു കൊച്ചുണ്ട്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ദോശ ഇഡ്ഡലി അങ്ങനെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അവർക്കും കൂടി കൊടുക്കും. അപ്പോൾ അവർക്കും കൂടി ഉള്ളതിന് വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ കുറച്ച് മാവ് അധികം അരക്കുകയും അങ്ങനെ വെക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ നമ്മുടെ ദോശ ഇത് റെഡി ആയിട്ടുണ്ട്. അവർക്കും കൊടുത്തു, ഒരു 7-8 ദോശ അവർക്കും കൊടുത്തു. അങ്ങനെ നമ്മുടെ ദോശ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ടോളൂ, കഴിക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക.